നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ബോംബ് ഭീഷണി. RDX അധിഷ്ഠിത സ്ഫോടക വസ്തു സിയാലിൽ രഹസ്യമായി സ്ഥാപിച്ചിരിക്കുന്നു. ഉച്ചയ്ക്ക് 2 മണിക്ക് എല്ലാവരെയും ഒഴിപ്പിക്കുക എന്നതായിരുന്നു സന്ദേശം. വ്യാജ സന്ദേശം സംബന്ധിച്ച് പോലീസിൽ സിയാൽ അധികൃതർ പരാതി നൽകി. സുധീഷ് ഗോപാൽ ചേരുന്നു. സുധീഷ്, ബോംബ് ഭീഷണി സന്ദേശം കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് കേരളം. എന്തായാലും ഇപ്പോൾ തലസ്ഥാനത്ത് ഒരു നീണ്ട നിര തന്നെ ബോംബ് ഭീഷണി ഉണ്ടായിരുന്നു. ഇതിപ്പോൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലും ബോംബ് ഭീഷണി വന്നിരിക്കുകയാണ്. ഉറവിടം കണ്ടെത്താനാകുന്നില്ല എന്നുള്ള ഗൗരവതരമായൊരു സ്വഭാവമുണ്ട്. പക്ഷേ ലാഘവത്തോടുകൂടി സമീപിക്കാനും കഴിയില്ല. കാരണം രാജ്യം ഒന്നാകെ അതീവ ജാഗ്രതയിലാണ്. അതുകൊണ്ട് ഉദ്യോഗസ്ഥർക്ക് ഇവിടെ എല്ലാം ഓടിച്ചെന്ന് പരിശോധന നടത്തി അത് പൂർത്തിയാക്കുകയല്ലേ വഴിയുള്ളൂ. രോഹിണി, അങ്ങനെ തന്നെയാണ്. ഇന്ന് രാവിലെ 7:53 അച്ചിമുത്തു എന്ന പേരോട് കൂടിയ ഒരു ഇമെയിലിൽ നിന്നും ഇത്തരത്തിൽ സന്ദേശം വന്നു. അതായത് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ RDX അധിഷ്ഠിത സ്ഫോടക വസ്തു രഹസ്യമായി സൂക്ഷിച്ചിട്ടുണ്ടെന്നും 2 മണിക്ക് മുമ്പ് ഇവിടുന്ന് ആൾക്കാരെ എല്ലാം ഒഴിപ്പിക്കണമെന്നുമായിരുന്നു ഈ സന്ദേശത്തിൽ ഉണ്ടായിരുന്നത്. ഇത് സിയാലിന്റെ PROയുടെ മെയിലിലേക്കാണ് ഇത്തരത്തിൽ സന്ദേശം ലഭിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ CISF അതോടൊപ്പം തന്നെ മറ്റ് അനുബന്ധ സുരക്ഷാ സംവിധാനങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനകളിലൂടെ 9 മണിക്ക് മുമ്പ് തന്നെ ഇത് വ്യാജ സന്ദേശമാണെന്ന ഒരു നിഗമനത്തിലേക്ക് എത്തുകയായിരുന്നു. സുരക്ഷാ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ലെന്ന ഒരു അനുമാനത്തിലേക്ക് എത്തുകയായിരുന്നു. എന്തുതന്നെയായാലും നിരന്തരം കേരളത്തിലുടനീളം കളക്ടറേറ്റുകളുടെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിനും എല്ലാം ഇത്തരത്തിൽ വ്യാജ ബോംബ് ഭീഷണി വരുമ്പോൾ അത് ആരാണ് അയക്കുന്നതെന്ന് കണ്ടെത്താൻ പോലീസിന് കഴിയുന്നില്ല എന്നത് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം. ഇവിടെ സിയാലും ഇത് സംബന്ധിച്ച് ഇത്തരത്തിൽ സന്ദേശം വന്നതുമായി ബന്ധപ്പെട്ട് പോലീസിനും പരാതി നൽകിയിട്ടുണ്ട്. ബോംബ് ഭീഷണിയുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ വ്യാജ സന്ദേശങ്ങൾ അയക്കുന്നത് ആരെ അത് കണ്ടെത്തി നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുമുള്ള പരാതികളാണ് നൽകിയിട്ടുള്ളതും. ഇവിടെ ഇപ്പോൾ ഒരു സുരക്ഷാ ഭീഷണിയും ഇല്ല എന്ന ഒരു അറിയിപ്പ് തന്നെയാണ് അധികൃതരുടെ ഭാഗത്തു നിന്നും ലഭിച്ചിട്ടുള്ളതും. രോഹിണി, ശരി, സുധീഷാണ് വിവരങ്ങൾ നൽകിയത്.